Praise God. Amen. That's a very weak praise to the Lord, right? Not to me, but to the Lord. Shall we offer a better praise to the Lord? Amen. Hallelujah. Hallelujah. Amen. ഇന്ന് രാവിലെ വീണ്ടും ദൈവവചനത്തിന്റെ മുമ്പിലായിരിക്കാൻ നമുക്ക് ഈ അവസരം ലഭിക്കുന്നത് ഓർത്ത് ദൈവത്തിന്റെ മഹത്വം കരേറ്റുന്നു. I thank God for this opportunity to be in the presence of God, in the presence of the Word of God this morning. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മത്തായി സുവിശേഷം അതിൻ്റെ 17-ാം അധ്യായത്തിൽ നിന്ന് നമ്മുടെ അജണ്ടാസ്, നമ്മുടെ പദ്ധതികളും പ്ലാനുകളും ദൈവത്തിൻ്റെ പദ്ധതിയുമായിട്ട് വ്യത്യസ്തമാകുമ്പോൾ ഉള്ള വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. Last week we talked about from Matthew chapter 17 how our plan in contrast to God's plan, how it differs and how it affects us. ഇന്ന് നമ്മൾ അതേ അധ്യായത്തിൽ മുന്നോട്ട് പോവുകയാണ്. And we are going forward in the same chapter. നമ്മൾ 14-ാം വാക്യം മുതൽ 17-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം മുതൽ 21-ാമത്തെ വാക്യം വരെ വായിക്കാം. Today's text is from Matthew chapter 17 verse 14 through 22. ഞാൻ ആദ്യം മലയാളത്തിൽ വായിക്കാം. അവർ പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ ഒരു മനുഷ്യൻ വന്ന് അവൻ്റെ മുമ്പാകെ മുട്ടുകുത്തി, കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ, അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു. ഞാൻ അവനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അതവനെ വിട്ടുപോയി. ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്നു, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസ നിമിത്തമത്രേ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയുമില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. When they came to the crowd, a man approached and Jesus knelt before him. Lord, have mercy on my son, he said. He has seizures and suffering greatly. He often falls into the fire or into the water. I brought him to your disciples, but they could not heal him. O unbelieving and perverse generation, Jesus replied, how long shall I stay with you? How long shall I put up with you? Bring the boy here to me. Jesus rebuked the demon, and he came out of the boy, and he was healed from the moment. Then the disciples came to Jesus in private and asked, why couldn't we drive it out? He replied, because you have so little faith. I tell you the truth, if you have faith as small as a mustard seed, you can say this to this mountain, move from here to there, and it will move. Nothing will be impossible for you. Amen. Amen. ഫ്രാൻസിസ് ഓഫ് അസീസി ഒരിക്കൽ പോപ്പ് ഇന്നസെന്റിന്റെ കൊട്ടാരത്തിലേക്ക്, പോപ്പിന്റെ വസതിയിലേക്ക് കയറി ചെന്നു. Francis of Assisi once came to the Pope and where the Pope was living at that time. അവിടെയുള്ള കൊട്ടാരത്തിലെ വളരെ ഡെക്കറേഷൻസും രത്നഖചിതമായിട്ടുള്ള ചുമരുകളും പരവതാനി വിരിച്ച മനോഹരമായിട്ടുള്ള മുറികളും അവിടുത്തെ എല്ലാ ലക്ഷറീസും ആർഭാടങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോപ്പ് ഇന്നസെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസിയോട് പറഞ്ഞു. When Francis of Assisi went to visit Pope Innocent, and he saw all the great beautiful carpets and the jewels and all the precious stones, everything was filled, and Pope Innocent said this to Francis of Assisi. സ്വർണവും വെള്ളിയും എനിക്കില്ല എന്ന്, ഞങ്ങൾക്കില്ല എന്ന് ഇന്ന് ഇപ്പോൾ ചർച്ചിന് പറയേണ്ട ആവശ്യം ഇല്ല. And he said to Francis of Assisi says, the church does not have today claim that we do not have silver or gold. അല്ലെങ്കിൽ അതിന് തെളിവ് വേണമെങ്കിൽ ചുറ്റുപാട് നോക്കുന്ന പറഞ്ഞതിന്റെ അർത്ഥം. And he's saying basically, if you want the proof of that, look around and you will see what we are talking about. വളരെ പെട്ടെന്ന് ഫ്രാൻസിസ് ഓഫ് അസീസി അതിന് മറുപടി പറഞ്ഞു. And quickly Francis of Assisi responded to that.
എന്നാൽ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറയാനുള്ള ശക്തിയും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. And Francis Assisi reminded the Pope that even to tell to get up in the name of Jesus and walk, we have lost that courage and the responsibility as well. സ്വർണവും വെള്ളിയും ഉണ്ടെന്ന് പറയാം, റിസോഴ്സസ് ഉണ്ടെന്ന് പറയാം, വളരെ ധനികരാണ്, സമ്പന്നരാണെന്നൊക്കെ പറയാം. പക്ഷേ കർത്താവിന്റെ നാമത്തിൽ ഉള്ള വിശ്വാസത്താലുള്ള ശക്തി നഷ്ടപ്പെട്ടു പോയിരിക്കുക. And we can claim that we have gold and silver and all the things, but we have lost the authority to tell someone to get up and walk in the name of Jesus. അപ്പോസ്തലനായ പത്രോസിന് യോഹന്നാനോട് കൂടെ നിന്നുകൊണ്ട് ആ മുടന്തനായ മനുഷ്യനെ നോക്കിയിട്ട് പറയുവാൻ കഴിഞ്ഞു, ഞങ്ങളെ നോക്ക്, ഞങ്ങളുടെ പക്കൽ സ്വർണവും വെള്ളിയും ഇല്ല, പക്ഷെ ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുകയാണ്. Peter and John had the faith to look at the man who was sitting there. We do not have gold or silver, but in the name of Jesus, get up and walk. And they had the authority to say that to that man. മുടന്തനായ മനുഷ്യൻ എഴുന്നേറ്റു, അവൻ നടന്നുവെന്ന് മാത്രമല്ല തുള്ളിച്ചാടി ദൈവാലയത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. The crippled man got up, and not only he praised God, he was jumping around rejoicing in the Lord. നമ്മള് എന്തൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം ആരംഭിച്ചത്? So how have we started our Christian walk when we started? ഇന്ന് നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു എന്ന് തിരിഞ്ഞു നോക്കേണ്ടത് And we അത്യന്താപേക്ഷിതം. must look back and take an analysis of where we are today. അപ്പൊ ഇന്ന് ഈ ദൈവവചന ഈ സന്ദേശത്താലും ഒരുപക്ഷെ അടുത്ത സൺഡേയും കൂടെ ഇതിനെക്കുറിച്ച് പറയേണ്ടി വരും. ഒരു എ കോൾ ഫോർ ഇവാലുവേഷൻ, നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാനും ശോധന ചെയ്യാനും, നമുക്ക് എന്ത് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്ത് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് നമ്മെ ഒരു ആഹ്വാനം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. So this message is going to be a call for you to look back and evaluate your life from where it started, to look at what we have lost, what we have gained, do a self analysis. ഞാൻ ഇതിന്റെ പശ്ചാത്തലം കഴിഞ്ഞ ആഴ്ചയിൽ പറയുവാനിടയായി. So I gave you the background of this last week. തന്റെ ശിഷ്യന്മാരിൽ 3 പേരുമായിട്ട് യേശു ഹെർമോൻ പർവ്വതത്തിലേക്ക് മറുരൂപ മലയിലേക്ക് കയറി പോവുകയാണ്. And along with 3 of his disciples, Jesus ascended to Mount Hermon. വളരെ ഉയരമുള്ള ഒരു പർവ്വതമായിരുന്നു, 9,000 അടിയോളം ഉയരമുണ്ടായിരുന്നെന്നാ പറയുന്നത്. And it says that it was a very high mountain, very tall mountain. അപ്പൊ 9,000 അടിയും കയറി ഏറ്റവും മുകളിൽ കയറിയെന്ന് പറയുവാൻ ഒരുപക്ഷെ നമുക്ക് കഴിയുകയില്ല. We may not be able to say they climbed all 9,000 feet of the mountain. എവിടെയെങ്കിലും ഇടയിലുള്ള സ്ഥലത്ത് തന്റെ ശിഷ്യന്മാരുമായിട്ട് യേശു നിൽക്കുകയായിരിക്കും. Somewhere on that mountain Jesus was resting with his disciples. അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം കൊണ്ട് തന്നെ കുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ താൻ ആര് എന്നുള്ളത് നൽകണമെന്ന് യേശു ആഗ്രഹിച്ചു. Jesus desired to give his disciples a glimpse of who he truly is, and that was his intention. നിങ്ങൾ ഇതിന്റെ പുറകിലുള്ള അധ്യായം 16-ാമത്തെ അധ്യായം മത്തായി സുവിശേഷം നോക്കിയാൽ മനസ്സിലാകും. If you look at the previous chapter, Matthew chapter 16, ഈ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ചില മൈലുകൾ അപ്പുറത്തായിട്ട് 16 മൈലുകൾ എന്നാണ് പറയുന്നത്, കൈസരിയ ഫിലിപ്പി, ഫിലിപ്പിന്റെ കൈസരിയായിൽ ശിഷ്യന്മാരുമായിട്ട് പോയി. And about 16 miles away, Jesus went with his disciple to the Caesarea of Philippi. അവിടെ നിന്നുകൊണ്ട് യേശു കർത്താവ് അവരോടൊരു ചോദ്യം ചോദിച്ചു. And while they were there, Jesus asked his disciples a question. അതിന്റെ സ്ഥലം എന്തുകൊണ്ടാ കർത്താവ് അവിടെ ആ സ്ഥലം തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല ബൈബിളിൽ. But the Bible does not talk about why Jesus picked that particular spot. എന്നാൽ അനുമാനിക്കുവാൻ കഴിയും നമുക്ക്. But we can imagine why he did that. അവിടെ യേശു തന്റെ ശിഷ്യന്മാരുമായിട്ട് നിന്നുകൊണ്ട് ആ സിസേറിയ ഫിലിപ്പായിലെ അല്ലെങ്കിൽ ഫിലിപ്പിന്റെ കൈസരിയിൽ നിന്നുകൊണ്ട് അവരോട് ചോദിക്കുക. And Jesus is, we can imagine Jesus is standing there asking his disciples this question. ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു. Who do people say who the Son of God is? അപ്പോൾ അവർ പല ഉത്തരങ്ങൾ പറയാൻ തുടങ്ങി. And they started giving him multiple responses. ജനങ്ങൾ പലരും പറയുന്നു നീ യോഹന്നാൻ സ്നാപകൻ ഉയർത്തെഴുന്നേറ്റ് വന്നതാണ്. And some of you, the people say you are John the Baptist who was resurrected. ആ പ്രവാചകൻ എന്ന് ചിലർ പറയുന്നു. എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രവാചകൻ വരുമെന്ന് പറഞ്ഞല്ലോ, ആ പ്രവാചകൻ
പ്രവചിച്ചവനാണെന്ന് ചിലർ പറയുന്നു. Some people say that you are the great prophet people or the Old Testament predicted. പലരും പല അഭിപ്രായങ്ങൾ നിന്നെക്കുറിച്ച് പറയുന്നുണ്ട്. So many people are giving many responses regarding you. അപ്പോൾ യേശു കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? Jesus asked him, who do you say I am? ജനങ്ങൾ പറയുന്നത് വിട്ടുകളാ. Forget what the people are saying. എന്നാൽ നിങ്ങൾ എന്നെക്കുറിച്ച് ആര് എന്ന് പറയുന്നു? But you yourself, who do you say that I am? യേശു തന്റെ ശുശ്രൂഷയുടെയും ജീവിതത്തിന്റെയും ഏറ്റവും വലിയ പാരമ്യത്തിൽ നിന്നുകൊണ്ടല്ല ചോദിക്കുന്നത്. And Jesus was not standing at the pinnacle of his ministry and asking this question. യേശു താൻ തുടങ്ങിയ മൂവ്മെന്റ് അഥവാ താൻ തുടങ്ങിയ പ്രവർത്തനം ശുശ്രൂഷ ഒരുപക്ഷെ ലോകത്തിന്റെ ദൃഷ്ടിയിൽ പരാജയപ്പെട്ടെന്ന് തോന്നുന്ന സ്ഥാനത്താണ് നിൽക്കുന്നത്. And he is maybe at a point where people around him looking at his ministry and say he's a failure. Maybe that point is where Jesus കാരണം is. ലോകപ്രകാരം നോക്കിയാൽ വെറും സാധാരണക്കാരിൽ സാധാരണക്കാരായവരെയാണ് അവൻ തെരഞ്ഞെടുത്തത്. So if you look at the worldly standards and if you look at the people who God has chosen, Jesus has chosen, they were ordinary people. ലോകത്തിലുള്ളവർ പറയും ഒരു നിലവാരവും ഇല്ലാത്തവരാന്ന് പറയും. And the people of this world may say they didn't have any standard. ലോകം പ്രാധാന്യം കൊടുക്കാത്ത ആളുകൾ. And these are people the world did not give any importance to. മതപരമായിട്ടുള്ള മേലാളികൾ അഥവാ റിലീജിയസ് ആയിട്ടുള്ള അപ്പർ ക്ലാസ്സിലുള്ള ആളുകള് അവനെ നിന്ദിച്ച് പരിഹസിച്ച് വിടക്കെന്ന് എണ്ണി മാറ്റി നിർത്തുകയാണ്. And the religious leaders or the upper class of that time rejected Jesus and mocked at Jesus. അതിന്റെ മധ്യത്തിൽ യേശു ചോദിക്കുക, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? So in that circumstance Jesus is asking his disciples, who do you say that I am? പരാജയപ്പെട്ട ഒരു നേതാവെന്നല്ലേ പറയേണ്ടത്? And their response should be a leader who failed utterly. അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കണ്ണോടിച്ചാല് ഒരു ജാതീയ ദേവന് പാൻ ഗോഡിന് വേണ്ടി നിർമ്മിച്ച വലിയൊരു മന്ദിരമുണ്ടായിരുന്നു, ക്ഷേത്രമുണ്ടായിരുന്നു. If they looked around, they would see this great temple that was built for the pagan god. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരാധനയ്ക്ക് ആളുകൾ അവിടെ വരും. Many people from all over the world came to worship this pagan god. അവിടെ ആരാധനയുണ്ട്, വലിയ ശബ്ദമുഖരിതമായ അന്തരീക്ഷമുണ്ട്. There was great worship and a lot of noise and pomp going on there. ആയിരങ്ങൾ അവിടെ വരുന്നുണ്ട്. Many thousands are coming to this place. എല്ലാ പോംപ് ആൻഡ് ഷോയുമുണ്ട്. There is all the show and pomp there. അപ്പോൾ അതിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് യേശു ചോദിക്കുക, But among that circumstance, and Jesus is asking his disciples, ശിഷ്യന്മാരുടെ ദൃഷ്ടിയിൽ തന്നെ ഒരു പരാജയപ്പെട്ട നേതാവ്. am I a failure in your own eyes? അപ്പുറത്തേക്ക് നോക്കിയാൽ അതുപോലെ ജാതീയ ദേവന്മാര് ദേവതകൾ അവരെ പോലെ പിന്തുടരുവാൻ ആളുകൾ ഇല്ലാത്ത വലിയ ധാടിമോടികൾ ഒന്നുമില്ലാത്ത ഒരു നേതാവ്. And I am a leader that does not claim anything like what's going on around us, who can claim a lot of followers. അവരുടെ മധ്യത്തിൽ അതിന്റെ മധ്യത്തിൽ യേശു ഈ ചോദ്യം ചോദിക്കുക. So in that circumstance Jesus is asking this question to his disciples. നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? Who do you say that I am? ഹല്ലേലൂയ. Amen. പത്രോസ് ഉടനടി പ്രതികരണം പറഞ്ഞു. Simon Peter responded like this. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. You are Christ, the Son of the living God. ഏറ്റവും വലിയ വെളിപ്പാട്. And that is the greatest revelation. ഈ ലോക സമൂഹമെല്ലാം താഴ്ത്തിക്കെട്ടുന്ന കുറച്ചു കാണിക്കുന്ന സാഹചര്യത്തിന്റെ മധ്യത്തിൽ യേശുവിനെ കുറിച്ച് സാക്ഷ്യമായി പറയുകയാണ്, നീ ആരാണ്? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. And when the world looks down upon Christianity or Christ, that Peter is responding, say, you are Christ, the Son of the living God. യേശു പറഞ്ഞു, ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, നീ ജഡരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് വെളിപ്പാട് തന്നത്. Jesus responded to Peter saying, blessed are you, Simon, the son of Jonah. This is not your own vision, but the Lord himself has revealed this to you. നമ്മൾ പാർക്കുന്ന ലോകത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും യേശുവിനെ ദൈവപുത്രനെന്ന് ഏറ്റുപറയുവാൻ, നമ്മുടെ രക്ഷകനും കർത്താവുമെന്ന് ഏറ്റുപറഞ്ഞ് അവനെ ജീവിതത്തിൽ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തിന്റെ മഹത്വം കരേറ്റുന്നു. I thank God for all of us who are sitting here, that he has been given the opportunity and the privilege to call him the Son of God.
ഈ പ്രിവിലേജിനായിട്ട് നമുക്ക് ഇന്ന് രാവിലെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? Are we able to thank God for the Hallelujah. great privilege we have been received? ലോകത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ കണ്ണുകളെ അടച്ച് നമ്മളെ കണ്ണുകളെ കുരുടാക്കുവാനുള്ള സാധ്യത ഉണ്ടായിരുന്നപ്പോൾ, And there was possibility when all the things and the glitter and all the things around us could make us blind. സ്വർഗസ്ഥനായ ദൈവം നമുക്ക് ഉൾക്കാഴ്ച നൽകിയല്ലോ. But thank God that He has given us this great vision inside of us. യേശുവിനെ ദൈവവും കർത്താവും ഏറ്റുപറയുവാൻ അവൻ നമുക്ക് ഭാഗ്യം തന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. I thank God for the privilege He has given us to call Him Father and our Lord. അതൊരു വലിയ വെളിപ്പാടായിരുന്നു. And that is a great revelation. എന്നാൽ അതിനേക്കാൾ വലിയൊരു വെളിപ്പാട് തന്റെ ശിഷ്യന്മാർക്ക് നൽകുവാൻ കർത്താവ് ആഗ്രഹിച്ചു. But Jesus wanted to give His disciples a greater revelation ആ than that. വെളിപ്പാടിന് വേണ്ടിയാണ് ഈ മറുരൂപമലയിലേക്ക് 3 ശിഷ്യന്മാരെയും തെരഞ്ഞെടുത്തു പോകുന്നത്. And that is why He chose the 3 disciples and took them to this mountain. ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായവും നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. And as we are hearing, listening to this passage, we also need to keep in mind Luke chapter 9. ഈ അധ്യായത്തിൽ ഈ പാസേജിൽ പറയാത്ത ചില ഡീറ്റെയിൽസ് ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ. And some of the details that is not mentioned here is mentioned in that passage. അവിടെ ഞാൻ അതിലേക്ക് പോകുന്നില്ല, എങ്കിലും നിങ്ങൾ പിന്നീട് അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സഹായകമായി തീരുവാനായിട്ട് പറഞ്ഞത്. I don't want to go there, but I wanted to remind you that passage as well for your own meditation and study. So ഈ ട്രാൻസ്ഫിഗറേഷൻ മൗണ്ടിൽ മറുരൂപ മലയിൽ യേശുവിന് എന്ത് സംഭവിച്ചു? So what happened to Jesus on this mountain of transfiguration? യേശു അവിടെ എഴുതിയിരിക്കുകയാണ്, അവരുടെ മുമ്പിൽ ശിഷ്യന്മാർക്ക് ഉറക്കം വന്ന് വല്ലാതെ അവർ ഭാരപ്പെട്ടിരുന്നെന്ന് എഴുതിയിരിക്കുന്നു. And there is Jesus saying that the disciples were tired and they were sleepy. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. And that is what is written in Luke chapter 9. അതുകൊണ്ട് അനുമാനിക്കുന്നത് ഇത് രാത്രി സമയമായിരിക്കാം യേശു ശിഷ്യന്മാരുമായിട്ട് ഈ മറുരൂപമലയിൽ പോയി. So it is possible to imagine that this was evening time when they were there. അടുത്ത റീസൺ അനുമാനിക്കുവാനുള്ള കാര്യം, അവർ അടുത്ത ദിവസം മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ. And also it is written there the next day they came down from the mountain, so we can assume that. രാത്രി ശിഷ്യന്മാരുമായിട്ട് പോവുകയാണ്. So there Jesus may be spending the night with the ഏറ്റവും disciples. അടുത്ത ശിഷ്യന്മാരുമായിട്ട്. And these are the the inner circle of Jesus. അവിടെ എഴുതിയിരിക്കുന്നു, അവരുടെ മുമ്പിൽ യേശു രൂപാന്തരപ്പെട്ടു. And there it is written that Jesus was transformed in the presence of them. രൂപാന്തരം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞല്ലോ. And I also mentioned what does that word transformation mean. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വർക്ക് ചെയ്ത് യേശുവിന്റെ രൂപം മാറിയതല്ല. It is not an external force acting on Jesus to transfigure From him. within, അവനിൽ തന്നെ അവൻ ദൈവപുത്രനായിരിക്കൊണ്ട് തത്വത്തിന്റെ പ്രഭ സകലത്തിന്റെ സാരാംശമായവൻ അവനിൽ തന്നെ അവൻ വ്യത്യസ്തനായി രൂപാന്തരപ്പെട്ടു. And not by any external force, but that the power that is given within him, he was transfigured in that place. അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചെന്ന് എഴുതിയിരിക്കുന്നു. It is written that his face shone like the sun. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. And his clothes were just like the daylight. യേശു ആര് എന്നുള്ളതിന്റെ അവരുടെ വാഗൊണ്ടുള്ള കൺഫെഷൻ അല്ല, പ്രത്യുത അവരുടെ കണ്ണുകൾ കൊണ്ട് അവർ കാണുകയായിപ്പം. And Jesus, they're not only hearing who Jesus is, with their own naked eyes they're seeing the transformed Jesus. അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുകയാണ്. His face shines like the sun. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീരുകയാണ്. His clothes were as the flash of lightning. തന്നെയല്ല, 2 പേര് അവനോട് വന്ന് സംസാരിക്കുന്നതായിട്ട് അവർ കണ്ടു. They also saw 2 people coming and talking to Jesus. അവരുടെ പേര് അവിടെ പറയുന്നുണ്ട്. And their names are mentioned there. മോശയും ഏലിയാവും. Moses and Elijah. ഇസ്രായേൽ മക്കളുടെ അവർ കണ്ടിട്ടുള്ളതിലെ ഏറ്റവും വലിയ ലീഡർ, നേതാവ്. These were the greatest leaders Israel has ever seen. അവർക്ക് ന്യായപ്രമാണം നൽകുവാൻ ദൈവം ഉപയോഗിച്ച മനുഷ്യൻ. These are the people God used to give them the law. ലീഡർഷിപ്പിന് ഉദാഹരണമായിട്ട് പറയുമ്പോൾ
എപ്പോഴും അവർ മോശയിലേക്ക് തിരിഞ്ഞു പോകും. And many times leadership is mentioned, they always look at Moses and the history. അതുപോലെ തന്നെ ഇസ്രായേൽ മക്കളിലെ പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായിരുന്നയാള്. And he was the primary and the most significant person in Israel. ഇസ്രായേൽ മക്കള് ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ഉപേക്ഷിച്ച് പോയ സമയത്ത്, And when the people of Israel rejected God, രണ്ട് തോണിയിൽ കാൽ വയ്ക്കരുതെന്ന് പറഞ്ഞവരെ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് മടക്കി കൊണ്ടുവന്ന വലിയ പ്രവാചകൻ ഏലിയാവ്. and the great prophet Elijah, who brought Israel back, saying that don't put your feet in two boats, but he brought them back to God. അവർ രണ്ടുപേരും യേശുവിനോട് സംഭാഷിക്കുകയാണ്. And both of those people, Moses and Elijah, talking to Jesus here on the mount. ഞാനിത് വായിക്കുകയും പ്രിപ്പയർ ചെയ്യുകയും ചെയ്തപ്പോൾ എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച ഒരു കാര്യമുണ്ട്. As I was meditating on this word, there is something that gave me joy. മോശ ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. There is a cry of Moses to God. താന് മിസ്രൈമിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്ന് നടത്തിക്കൊണ്ടുവന്ന ജനത്തോടൊപ്പം ദൈവം അവർക്ക് നൽകാൻ പോകുന്ന കനാനിലേക്ക് ഞാൻ ഒന്ന് കാലുവെച്ചോട്ടെ. Moses cried out to God and said, Lord, I left Egypt with this people. Give me an opportunity to set my feet in Canaan. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഒന്ന് നോക്കി കണ്ടോട്ടെ. And Lord, I want to just look at Canaan with my own eyes. ദൈവം എത്ര ക്രൂരനാണെന്ന് നമുക്ക് തോന്നി. Sometimes we think God is so cruel. ദൈവം പറഞ്ഞു, മതി, ഇനി ഈ കാര്യം എന്നോട് അപേക്ഷിക്കണ്ട. God said to Moses, that is enough. Do not ask me about this subject matter again. നീ ഇവിടെ മരിക്കും. You will die here. നിന്നെ ഇവിടെ അടക്കും. You will be buried here. അപ്പം എന്നാൽ ഇവിടെ അത് വായിച്ചപ്പോഴാണ് എനിക്ക് വലിയ സന്തോഷമുണ്ടായി. But as I was reading this passage, I was rejoicing. എത്ര വലിയൊരു തേജസ്സിൽ മോശ വെളിപ്പെടുകയാണ് അവിടെ. And Moses is showing up in a great flash of lightning. മോശയും ഏലിയാവും തേജസ്സോടെ അവിടെ വെളിപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്നു. And it says that they appeared in glorious splendor. അവന്റെ ജീവിതത്തിന്റെ അഭിലാഷം നിറവേറിയില്ലായിരുന്നുവെങ്കിൽ, even though his personal desire may have been fulfilled, ദൈവം കാണിച്ച നീതി ഒന്ന് നോക്കിക്കേ. but look at the justice of God in this situation. ദൈവം ക്രൂരനാന്ന് തോന്നിപ്പോകുന്ന ചില സമയങ്ങള്. There are times when we think God is cruel, എന്നാൽ ദൈവത്തിന്റെ കരുണ, അവന്റെ നീതി നിലനിൽക്കുന്നതാണല്ലോ. but his mercy endures forever. That's what we read in the അവൻ തന്റെ ദാസനായ മോശയെയും ഏലിയാവിനെയും യേശുവിന്റെ അടുത്തേക്ക് അയക്കുകയാണ്. and God brings Moses and Elijah to his son Jesus. ഹല്ലേലൂയ. Amen. അവര് യേശുവിനോട് അവന്റെ നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചെന്ന ലൂക്കോസിന്റെ സുവിശേഷത്തിൽ. And it is written that they had talked to Jesus about his departure. അവന്റെ എക്സോഡസിനെ കുറിച്ച്, എക്സോഡോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. And it is they are talking to him about his exodus. അവന്റെ പുറപ്പാട്, അവന്റെ നിര്യാണം, അവന്റെ കടന്നുപോക്കിനെ കുറിച്ച് സംസാരിച്ചു. They were having conversation with him about his end days, about how he's going to leave this ഒരു earth. ഗ്രേറ്റർ റെവലേഷൻ ഈ ശിഷ്യന്മാർക്ക് അവിടെ ലഭിക്കുകയാണ്. And the disciples were giving a greater revelation about who Jesus is. അവന്റെ കടന്നുപോക്കിനെ കുറിച്ച്, അതിന്റെ ഒരുക്കത്തെ കുറിച്ച് അവനോട് സംസാരിച്ചു. And they were talking about his preparation of the end times and about him resurrecting and leaving from here. അപ്പോഴാണ് പത്രോസിന് അബദ്ധം പറ്റിയത്. And that is when Peter got into trouble. പത്രോസ് ഒക്കെ ഉറക്കം വന്നിരിക്കുകയായിരുന്നു. And he was sleepy. അതിന്റെ ഇടയിലാണ് ഈ തേജസ് കണ്ടവരെ ഉണർന്നെന്ന് ലൂക്കോസിന്റെ സുവിശേഷം പറയുന്നത്. And in Luke it is written, that's when he woke up seeing all these things. അപ്പം കണ്ണ് തുറന്നപ്പം മോശ ഏലിയാവും പോകാൻ തുടങ്ങിയ. And as he opened his eyes, Moses and Elijah was about to depart. അപ്പം പത്രോസിന് തോന്നി, ഇവരില്ല പിന്നെ കർത്താവ് എന്നതാ. I mean, so Peter said, without them, what is the Lord? അതുകൊണ്ട് ഇവരെ മൂന്നുപേരെ ഇവിടെ തന്നെ പ്രതിഷ്ഠിക്കാം അല്ലേ. And Peter said, hey, let us place them, all three of them here. ഞാൻ മൂന്ന് കുടിലുണ്ടാക്കാം. I will make 3 tents. ഒന്ന് യേശുവേ നിനക്കായിട്ട്, And one for you, Jesus. രണ്ട് മോശയ്ക്കായിട്ട്, The second one for Moses. മൂന്ന് ഏലിയാവിനായിട്ട്. The third one for Elijah. അപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ നടക്കുന്നത്. And that is when the most important thing happens. ഒരു വലിയ മേഘം അവരെ ചുറ്റി അവർ അവരുടെ മേൽ നിഴലിട്ടു. And there's a great cloud encircled them. അവർക്കൊന്നും കാണാൻ വയ്യാതായി. They could not see anything. ഇപ്പോ ഒരു ശബ്ദം മാത്രം കേൾക്കാം. All they could hear is the voice. എന്താണ് ഇപ്പോ കേൾക്കാൻ പറ്റുന്നത്? What are they hearing?
പത്രോസേ, എത്ര വലിയ അബദ്ധമാണ് ഈ പറയുന്നത്. Peter, what kind of foolishness are you talking about? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ നീ മോശയോട് ഉപമിക്കുകയാണോ, ഏലിയാവിനോട് ഉപമിക്കുകയാണോ? Are you comparing the Son of God with Moses and Elijah? അവരെല്ലാം അവരെ ഏൽപ്പിച്ച ദൗത്യത്തിൽ വിശ്വസ്തരായിരുന്നു. All of them were faithful in the responsibilities that's given to them. മോശ ദൈവ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. Moses was faithful in his generation. എന്നാൽ അതിന്റെ ഭവനത്തിന്റെ യജമാനനായിട്ടല്ല, ദാസനായിട്ട് അവൻ ശുശ്രൂഷ ചെയ്തു. But he was working as a servant, not as the owner of the house. എന്നാൽ യേശുവോ ഈ ഭവനത്തിന്റെ യജമാനനായിട്ടാണ് വന്നിരിക്കുന്നത്. But Jesus himself has come as the owner of the house. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. There is nothing created or formed without him. സകലവും അവൻ മുഖാന്തരം ഉണ്ടായി. All these things exist because of him. അവനാൽ ഉളവായി, അവങ്കലേക്ക് ഉളവായി. Through him and towards him it was taken And part. that is what Jesus Christ is. അതാണ് നമ്മുടെ യേശു ക്രിസ്തു. അപ്പൊ അത് തിരിച്ചറിയണം. You must recognize അപ്പൊ that. സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം പറയുകയാണ്, And the great voice from heaven said this. പത്രോസേ, യോഹന്നാനേ, യാക്കോബേ, John, James, listen to us. this is my beloved son. ഇതെന്റെ പ്രിയപുത്രൻ. ഇതാണ് എന്റെ പ്രിയപുത്രൻ. He is my beloved son. ഇവന് ചെവി കൊടുപ്പീൻ. And listen to him. ഇവൻ പറയുന്നത് കേക്ക്. Do what he asks you to do. ഇവൻ ആഗ്രഹിക്കുന്നത് ചെയ്യുന്നവരാക്. And be those people who do what he asks. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ അജണ്ടാസിനെ അടിയറവ് പറയേണ്ട സ്ഥാനം. There is a place we will surrender our agendas. ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട്, കർത്താവേ, നിന്റെ ശബ്ദം കേൾക്കാനായിട്ട് ഞാൻ ഇരിക്കുന്നു. And sitting in the presence of God to say to the Lord, I am here to want to listen to you. എന്റെ പദ്ധതികൾ ഒരുപാട് പ്രാവശ്യം നിന്നോട് പറഞ്ഞു. I have given you my plans many times. എന്നാൽ കർത്താവേ, എന്റെ പദ്ധതികളെ എല്ലാം ഞാൻ അടിയറവ് പറയുന്നു. But Lord, I am surrendering. I am putting all my plans down. നിന്റെ ശബ്ദം കേൾപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നു. I want to hear your voice, oh Lord. എത്ര പേര് അത് പറയും? How many of you will say that this morning? കർത്താവേ, എന്റെ പദ്ധതികളുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകണ്ട. I do not want to go forward with my own plans, നീ Lord. പറയുന്നത് എനിക്ക് കേൾക്കണം. I want to do what you want me to do. നമ്മൾ എത്ര പേര് അങ്ങനെ ദൈവസന്നിധി ഇരിക്കാറുണ്ട്? How many of you sit in the presence of God just like that? നമ്മൾ ഒരു ദിവസം ആരംഭിക്കുന്നത് എങ്ങനെയാ? How do you start your day? നമ്മൾ തിരക്കോടെ ദിവസം ആരംഭിക്കുകയാണ്. Anytime we start with a busy life, എഴുന്നേറ്റ ഉടനെ നമ്മൾ എന്തുവാ ചെയ്യുന്നത്? what is the first thing you do as you get up? എത്ര പേര് ആരംഭത്തിൽ തന്നെ ഫോൺ കയ്യിലെടുക്കും? How many of you look at your phone? എത്ര പേര് വാട്സ്ആപ്പ് മെസ്സേജസ് നോക്കും? How many of you look at your WhatsApp messages? എത്ര പേര് ഇമെയിലും ടെക്സ്റ്റ് മെസ്സേജസും നോക്കും? How many of you look at the text messages and emails? എത്ര പേര് ദൈവത്തിന്റെ ശബ്ദത്തിനായിട്ട് കാതോർക്കും? How many of you heed to the voice of God the first thing in the morning? എത്ര പേര് വചനം തുറക്കും? How many of you open the word? നിങ്ങൾ ഇവിടെ ഉണ്ടോ? Are you here listening to me? ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കണം. You must take some drastic decisions. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ശക്തമായിട്ട് സംസാരിച്ചു. And the word of God spoke to me very powerfully these days. എന്നോട് ഓർമ്മിപ്പിക്കുവാനിടയായി. And he reminded me. ചിലപ്പോൾ ഒരു ടെക്സ്റ്റ് വരുന്ന ശബ്ദം കേട്ടോ അല്ലെങ്കിൽ മെസ്സേജ് വരുന്ന ശബ്ദം കേട്ടോ ആയിരിക്കും ഉണരുന്നത്. And sometimes we get a notice on our phone, a message that there's a text came. അപ്പോൾ ഉടനെ അതൊന്ന് നോക്കാനുള്ള ഒരു പ്രേരണയായി. There is a temptation to look at that message. ഒരു മെസ്സേജ് വായിച്ചു കഴിയുമ്പോൾ പിന്നെ മറ്റു പല മെസ്സേജുകളും. As you read that message, then all of a sudden all the other messages. സമയങ്ങൾ അതിലേക്ക് ഇങ്ങനെ പോവുകയാണ്. So then you get into that and go in that direction. അവഗണിക്കപ്പെടുന്നത് ദൈവത്തിന്റെ വചനമാണ്. But what gets left back is the word of God. ദൈവശബ്ദം കേൾക്കാനുള്ള ആ സമർപ്പണമാണ് ഇല്ലാതെയാകുന്നത്. And your dedication, your willingness to hear the word of God is what's being lost. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, And the Holy Spirit spoke to me. നീ എന്നോട് സംസാരിക്കുന്നത് വരെ, Until you speak to me, നീ എന്റെ ശബ്ദം കേൾക്കുന്നത് വരെ, until you hear from me, ഈ ഗാഡ്ജറ്റ്സ് തുടരുതെന്ന് പറഞ്ഞു. don't touch these gadgets that's around you. ഞാനത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And I am practicing that And these I days. want to really challenge every one of you. And I am challenging you this morning. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? And do you know what the Holy Spirit is speaking to us? എന്റെ പുത്രന് ചെവി കൊടുക്ക. And listen to my son. അവൻ സംസാരിക്കുന്നത് കേക്ക്. Listen to what he is saying to you. അവന്റെ ശബ്ദം കേട്ട് നിന്റെ ദിവസം
ആരംഭിക്കുക. Listen to his voice as you begin your day. അവന്റെ ശബ്ദം കേട്ടുകൊണ്ട് നീ റിട്ടയർ ചെയ്യുക, നീ ഉറങ്ങാൻ പോകുക. Listen to his voice as you retire in your bed. രാവിലെ നിന്റെ ദയയെയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് എനിക്ക് നല്ലതെന്ന് സങ്കീർത്തനക്കാരൻ The പറയുന്നു. psalmist says it is good for me to think about his goodness in the day and night. രാവിലെ അവന്റെ ദയ വർണ്ണിച്ചോണ്ട് ആരംഭിക്കുക. And think about his kindness in the morning. രാത്രി തിരിഞ്ഞു നോക്കി ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത് ദൈവത്തിന് At മഹത്വം night കരയറ്റ്. before you go to bed, look at his faithfulness. ഹല്ലേലൂയ. Hallelujah. അവന് ചെവി കൊടുക്കുന്നവരായി തീരുവാൻ നമുക്കിടയായി. Let us heed our ears to his voice. ഹല്ലേലൂയ. Amen. നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് Let us മടങ്ങാം. come back to the passage that we read. അവര് മലയിറങ്ങി താഴേക്ക് വരികയാണ്. And they came down the mountain. അവർ താഴേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച, As they were coming down, they saw a scene. ഒരു മനുഷ്യൻ ഓടി വന്ന് യേശുവിന്റെ അടുത്ത് മുട്ടുകുത്തി. A man ran to Jesus and on his knees. അവൻ അടുത്ത് വന്ന് യേശുവിനോട് പറഞ്ഞു, And he came to Jesus and said, കർത്താവേ, എന്റെ മകനോട് കരുണയുണ്ടാകണമേ. Lord, have mercy on my son. അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി He പോകും. has seizures and he often fall in water and in fire. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, I brought him to your disciples, എന്നാൽ അവർക്കൊന്നും ചെയ്യാൻ but കഴിഞ്ഞില്ല. they could not heal him. Cry of the people. That is ആളുകളുടെ കരച്ചിൽ. കരച്ചിൽ. ആളുകളുടെ കരച്ചിൽ എന്തുവാ? What is the cry of the people? കർത്താവേ, നിന്റെ ശിഷ്യന്മാർക്ക് എന്റെ മകന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. Lord, your disciples could not do anything for my child. അവർക്ക് മലമുകളിൽ ചിലർക്ക് വലിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായി. And they had great experience on the top of the mountain. ആ അനുഭവം ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതായിരുന്നു. And that experience should have been translated to the bottom of the mountain. ഹ്യൂമൻ നീഡിലേക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതായിരുന്നു. And that should have been translated into meeting human needs. മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് ഇത് ഉപകരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ദർശനം പിന്നെ എന്തിനാ? What is our vision? The use of our vision if it is not useful for anybody else. മനുഷ്യരുടെ പ്രയാസങ്ങളിൽ ഉപകരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീക അനുഗ്രഹങ്ങൾ എന്തിനാ? What is our spiritual blessing if it is not useful for people who are hurting? ഇത് നമുക്ക് വേണ്ടി മാത്രമുള്ളതാണോ? Is this something for us to keep? അതാ ഈ മനുഷ്യൻ വന്ന് കർത്താവിനോട് പറയുന്നത്. And that is what this man is telling Jesus. കർത്താവേ, ഞാൻ എന്റെ മകനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. Lord, I brought my son to your disciples. ആ മുഴുവൻ ഗ്രൂപ്പും പരാജയപ്പെട്ടു. And all of them failed. നിന്റെ ശിഷ്യന്മാർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. But your disciples could not do anything to heal him. എന്തേ അവർക്ക് അത് ചെയ്യാൻ കഴിയാഞ്ഞത്? Why weren't they not able നേരത്തെ to? അവർ തന്നെ പറഞ്ഞതാണ്, And they themselves have said, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നുണ്ട്. and in your name we are able to cast demons, Lord. അങ്ങനെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നതിനാൽ സന്തോഷിപ്പീൻ. At that time Jesus said, don't take any pride in that, but your name is written in heaven, the book. That is what's more important. ഈ മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, നിന്റെ ശിഷ്യന്മാർക്ക് ഒന്നും ചെയ്യാൻ But കഴിഞ്ഞില്ല. this particular man is saying your disciples could not do anything. ഒരുപക്ഷേ നമ്മെക്കുറിച്ചും ചുറ്റുപാടുള്ളവരും എല്ലാം പറയുന്നത് ഇത് തന്നെയല്ലേ? Maybe that is the same thing the people around us are saying about us. നിന്റെ ശിഷ്യന്മാരുടെ, നിന്റെ മക്കളെന്ന് വിളിക്കുന്നവരുടെ, ദൈവമക്കളെന്ന് പറയുന്നവരുടെ അടുത്ത് ഞാൻ എൻ്റെ പ്രശ്നങ്ങളുമായിട്ട് വന്നു. I came with the problems to your people, that the church, അവർക്കൊന്നും ചെയ്യാൻ but they could not help me. സ്തോത്രം. Amen. നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കേണ്ട സമയമാണ്. It is a time to evaluate ourselves. ചുറ്റുപാടും നിന്ന് ഒരുപാട് കരയുന്ന ശബ്ദങ്ങൾ നമുക്കെതിരായിട്ടുണ്ടായിരിക്കാം. There may be many crying voices all around us. വിശ്വാസം നഷ്ടപ്പെട്ട സമൂഹമായിട്ട് ഒരുപക്ഷെ നമ്മൾ തീരുകയാണ്. And we are becoming a group of people who lost faith. വെറും ഭൗതികമായതിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്ന, ഭൗതികതയെ ഉയർത്തുന്ന സമൂഹമായിട്ട് നമ്മളും തീർന്നുകൊണ്ടിരിക്കുകയാണ്. We are becoming a group of people who are focused on material things and lifting the things of this world. ഒരുപാട് അവകാശവാദങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുന്നുണ്ട്. We may have many claims. ഒരുപാട് അഭിനയം നമ്മൾ നടത്തുന്നുണ്ട്. We may have a lot of pretensions. ഒരുപാട് ഔപചാരികതകളുണ്ട്, ഒരുപാട് ആചാരങ്ങളുണ്ട്. We have a lot of rituals and things like that. ഭക്തിയുടെ വേഷമുണ്ട്.
We have the pretense of spiritual, അതിന്റെ ശക്തി but നഷ്ടപ്പെട്ടു. we lost the power. ഇന്ന് രാവിലെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാമോ? Can we look at our own lives? നമ്മെക്കുറിച്ച് ഇത് തന്നെയല്ലേ കംപ്ലൈന്റ് ഇന്ന് പറയുന്നത്? Is this the same complaint people have about us? അത് നമ്മുടെ ഇടയിൽ നിന്നാകാം, It could be among us, പുറത്തു നിന്നാകാം. could be from outside. ഒരുപാട് പേര് നമ്മളെ നോക്കിക്കൊണ്ട് പറയുക, People are looking at us and saying the same thing. നിന്നെയായിരുന്നു ഞങ്ങൾ നോക്കിയത്, But we looked at you. നിന്നെ കാണാൻ ഞങ്ങൾ ശ്രമിച്ചു ഇവരിലൂടെ, We tried to see Jesus in these people, ആരെയും കാണുന്നില്ല. but we do not see that. ഹല്ലേലൂയ. Amen. മഹാത്മാഗാന്ധി ഇങ്ങനെ പറഞ്ഞു, Great Mahatma Gandhi said this. ആകപ്പാടെ ഒറ്റ ക്രിസ്ത്യാനിയെ ഉള്ളായിരുന്നു, There was only one Christian, അവരെ പിടിച്ചു ക്രൂശി തറച്ചു. and they took him and put him on the cross. ക്ലെയിംസ് നടത്തുന്ന ഒരുപാട് പേരുണ്ട്, There are many people who claim things. പക്ഷേ യേശുവിനെ തെളിയിച്ചു കൊടുക്കുന്നവർ വളരെ ചുരുക്കമാണ്. There's only very few that prove Jesus daily in their lives. നമുക്ക് അവകാശവാദങ്ങളുമായിട്ട് തുടർന്നാൽ മതിയോ? Do we want to continue with this claim that we are Christians? അതോ യേശുവിനെ തെളിയിച്ചു Or do you കാണിക്കുന്നവരായി? want to prove Jesus daily in your life? നോക്കണേ, അടുത്ത കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. Let me say the next thing and conclude. അപ്പോൾ കർത്താവ് എന്താ പറയുന്നത്? So what is Jesus saying to the disciples? കർത്താവ് പറയുകയാണ്, അവിശ്വാസവും ഈ മനുഷ്യൻ വന്ന് പറയുകയാണ്, എൻ്റെ മകനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, അവനൊരു ലുനാറ്റിക് ആണ്, ചന്ദ്രരോഗം പിടിച്ചിട്ട് പലപ്പോഴും തീയിലും വെള്ളത്തിലും അവൻ വീഴുവാൻ ഇടയാകുന്നു, അവനെ പിടപ്പിച്ച് അവൻ നുരച്ച് പതച്ച് ഒക്കെ കടന്നു പോവുകയാണ്. And the father said to Jesus, he's got seizures and he's going through a lot of difficulties, but I brought them to your disciples. അപ്പൊ യേശുവിന്റെ പ്രതികരണം നമുക്ക് ഒരുപക്ഷെ അല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന. But Jesus' response may be a little confusing to us. അതിന് യേശു അവിശ്വാസവും കോട്ടവും ഉള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും. In verse 17, O unbelieving and perverse generation, Jesus replied, how long shall I stay with you? How long shall I put up with you? അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ. Unbelieving and perverse generation. ആരോടാ പറയുന്നത്? Who is he talking to? ആരെയാ വിളിക്കുന്നത്? Who is he calling this? ആ ചന്ദ്രരോഗം പിടിച്ച പയ്യന്റെ അപ്പനെ അല്ലേ? Is he calling the father of the son? യേശുവിനെ അതുവരെ വിശ്വസിക്കാത്തവരെ അല്ലേ? And those who not believe Jesus, the people? ഈ ഓമന പേര് നൽകുന്ന ആർക്കാ? Who is he calling this name? തന്റെ ശിഷ്യന്മാരോടാ പറയുന്നത്. He is talking to his disciples. അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ. Unbelieving and a perverse generation. ഇതൊരു പാക്കേജ് ആണെന്ന് എനിക്ക് തോന്നുന്നു. It is a package deal. അവിശ്വാസം ഉള്ളിടത്ത് കോട്ടവും വരുമെന്ന്. And there is unbelief, there is perversion. ഈ കോട്ടം വരാനുള്ള പലർക്കും കോട്ടം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്ന അവിശ്വാസമാണ്. And many people have perversion in their life because they do not believe. ദ്രവ്യാഗ്രഹത്തിന്റെ കാര്യം അവിശ്വാസമാണ്. And because of greed, the reason for greed is because of unbelief. ഈ ലോകത്തിന്റെ ഭൗതികതയും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി ഓടുന്നതും അധ്വാനിക്കുന്നതും പലപ്പോഴും ഈ അവിശ്വാസമാണ്. Because of your unbelief is why you run after the things of this world, the material things. ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയാതിരിക്കുക. Because you are not able to trust in the Lord. കർത്താവ് പറയുക, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ. Jesus is saying unbelieving and perverse generation. ഒരു ഹാർട്ട് റെഞ്ചിങ് ക്രൈ ആ കർത്താവ് നൽകുന്നത്. ഹൃദയഭേദകമായ ഒരു കരച്ചില, വലിയൊരു കരച്ചില കർത്താവ്. This is a cry from the Jesus' heart calling this people the generation. ചുറ്റുപാടുള്ളവർ നമ്മളെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പം, As for the people around us are crying about us, കർത്താവ് നമ്മളെ കുറിച്ച് കരയുക. and Jesus is crying for us. എന്താ കർത്താവ് നമ്മളെ കുറിച്ച് കരയുന്നത്? So why is Jesus crying for us? നിങ്ങൾ എങ്ങനെയുള്ള ഒരു കൂട്ടമാ? What kind of people are you? ഇൻക്ലൂഡിങ് മീ. All of us included. അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ. Unbelieving and perverse people. ഹല്ലേലൂയ. Amen. കർത്താവ് ഒരു അസസ്മെന്റ് നടത്തിയാൽ ഇന്ന് നമ്മെ കുറിച്ച് അത് എങ്ങനെയായിരിക്കും? So if Jesus made an assessment of each one of you, what would be that? IPC ലേക്ക്ലാൻഡിനെ കുറിച്ച് കർത്താവ് എന്തോ പറയും? What would Jesus say about IPC Lakeland? അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ എന്ന് പറയുമോ? Would he say perverse and unbelieving? അതോ വിശ്വാസത്തിൽ സമ്പന്നരായവരെന്ന് പറയും? Or will he say that you're rich in your faith? ഞാൻ നൽകുന്ന അനുഭവങ്ങളെ മനുഷ്യരുടെ ആവശ്യങ്ങളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന
ഉപയോഗമുള്ള വിശ്വാസമുള്ളവരെന്ന് പറയുമോ? Will he say that the experiences I have given you, you are translating that to the people who are in need? Would he say that about us? അതോ all kinds of perversionsന് ബാധകമായ അല്ലെങ്കിൽ അടിമകളായവരെന്ന് പറയുമോ? Or would he say that you are slaves to all kinds of perversion? ഒരു കോട്ടമുള്ള തലമുറയായി നമ്മൾ തീർന്നോ? Have we become an unbelieving generation? പ്രമാണങ്ങളില്ലാത്ത തലമുറയായി നമ്മൾ തീർന്നോ? Have we been a generation of lawlessness? സത്യമില്ലാത്ത ഒരു തലമുറയായിട്ട് തീർന്നോ? Have we seen a generation there is no truth to be found? നമുക്ക് നമ്മെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാം. Let us look at ourselves and look in the mirror and evaluate ourselves. അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ. And Jesus is calling unbelieving and perverse generation. ഇവിടെ പറയുന്ന വിശ്വാസം ഒട്ടുമില്ലെന്നല്ല. Jesus is not saying you have lack faith. വളരെ ക്ലിയർ ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. And very clearly says your littleness of faith. നിങ്ങൾക്ക് കുറച്ച് വിശ്വാസം മാത്രമേ ഉള്ളൂ. അല്പവിശ്വാസികളാ. Small, very little faith. വിശ്വാസം ഇല്ലെന്നല്ല കർത്താവ് പറയുന്നത്. He is saying you lack faith. അല്പം വിശ്വാസം നിങ്ങൾക്കുണ്ട്. You have some faith. പക്ഷെ നിങ്ങൾക്ക് ജീവനുള്ള ഒരു വിശ്വാസമില്ല. But you do not have a living faith. അതുകൊണ്ട് അത് കഴിഞ്ഞ് കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ. That is why Jesus said if you have faith as a mustard seed. അപ്പോൾ ആളുകൾ ഓർക്കുന്നതിന്റെ സൈസ് ഓർത്താണ്. Many people think it is talking about the size. നിറഞ്ഞിരിക്കുന്ന വിശ്വാസം, ജീവനുള്ള സജീവമായ വിശ്വാസം. But the faith of a mustard seed is a full faith that is flowing with life. നിങ്ങൾ അല്പവിശ്വാസികളാണ്. You are people of little faith. അല്പവിശ്വാസികളെ. People of ye of little faith. കോട്ടമുള്ള തലമുറയെ. And perverse generation. ഞാൻ നിങ്ങളെ എങ്ങനെ സഹിക്കും? How will I tolerate you? ഞാൻ എത്ര നാൾ നിങ്ങളോട് കൂടെ ഇരിക്കും? How long will I stay with you? ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Hallelujah. നല്ല മെസ്സേജ് അല്ലല്ലേ? It is not a very good message. നമ്മളെ നോക്കിയിട്ട് കർത്താവ് എന്തുമായിരിക്കും പറയുന്നത്? What will Jesus say about us? ഞാൻ എത്ര നാൾ നിങ്ങളുടെ മധ്യത്തിൽ ഇരിക്കുമെന്നാണ്. How long will I dwell among you? ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ സഹിക്കുന്നത് എങ്ങനെയാണെന്നാ ചോദിക്കുന്നത്. He's asking how will I tolerate you? വെരി സീരിയസ്, ഭയങ്കര ഗൗരവതരമായിട്ടുള്ള ഒരു ചോദ്യം. It is a very serious question. ഞാൻ നിങ്ങളെ എങ്ങനെ സഹിക്കും? How will I tolerate you? ഞാൻ എങ്ങനെ നിങ്ങളോട് കൂടെ ഇരിക്കും? എത്ര നാൾ ഇങ്ങനെ ഇരിക്കും? How long will I stay with you? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉണരാൻ സമയമായി നമുക്ക്. Dear children of God, it is time to rise up. സടകുടഞ്ഞ് എഴുന്നേൽക്കാൻ സമയമായി. It is time to get up with all our vigor. നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് എന്തിനാണെന്ന് മറക്കാതെ. Don't forget why we have set out on our journey. കർത്താവിന്റെ ഉദ്ദേശങ്ങൾ നിവർത്തിക്കുന്ന ഒരു സഭയായി നമുക്ക് തീരണം. Let us be a church that fulfill the desire of our Lord Jesus. Hallelujah. Hallelujah. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Amen. Hallelujah. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ലവോദിക്ക സഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. In book of Revelation, the Holy Spirit is speaking to the church of Laodicea. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. You are not cold or you're warm. നീ ശീതോഷ്ണവാനാകയാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. Because you're lukewarm, I will spew you out of my mouth. വളരെ ശക്തമായ ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചത്. It is a very powerful word that is being used. വെറുതെ ഒന്ന് സ്പിറ്റ് ചെയ്ത് അടുത്ത് സ്പിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചല്ല It is പറയുന്നത്. not talking about spitting just in front of you. Spew thee out എന്ന് ദൂരേക്ക് ഞാൻ തെറിപ്പിച്ചു കളയും. I will spew you out, meaning I will spit you far. നിങ്ങളെ എൻ്റെ അടുത്തുപോലും എനിക്ക് ഇഷ്ടമില്ല. I do not want you near me even. നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. You're not cold or not warm. നീ ശീതോഷ്ണവാനാകയാൽ. Because you are lukewarm. ഹല്ലേലൂയ. Amen. ഒരുപക്ഷെ നോക്കിയിട്ട് നമ്മോട് പലരോടും ദൈവത്തിന്റെ ആത്മാവ്. Maybe that is what the Holy Spirit is talking to us. ഒരു സീരിയസ് അറ്റംപ്റ്റും ഇല്ല. There is no serious attempt to change anything. ഒരു മാറ്റത്തിനും ഒരു സീരിയസ്നെസ്സും ഇല്ല. There is no willingness to change. പ്രാർത്ഥനയ്ക്ക് ഗൗരവം കൊടുക്കുന്നില്ല. And there is not a seriousness for prayer. കൂട്ടായ്മയ്ക്ക് പ്രാധാന്യമില്ല. There is no seriousness ആരാധനയ്ക്ക് പ്രാധാന്യമില്ല. for worship. വെറും പൊത്തുവരുത്തങ്ങളുമായിട്ട്
ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. Just going through maintaining the rituals. ഒരു ഒഴുക്കിൽ ഇങ്ങനെ മുന്നോട്ട് Just പോവുകയാണ്. going through the flow or the motions. കർത്താവ് ചോദിക്കാൻ, ഞാൻ എത്ര നാൾ നിങ്ങളോട് കൂടെ ഇരിക്കും? Jesus is asking, how long will I put up with ഞാൻ you? എങ്ങനെ നിങ്ങളെ സഹിക്കും? How will I tolerate you? അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, Hey, perverse and crooked generation. ഇന്ന് രാവിലെ നമുക്ക് കർത്താവിന്റെ സന്നിധി നമ്മെ സമർപ്പിക്കാം. Let us surrender ourselves in the presence of കർത്താവ് God. എന്നെ കുറിച്ച് ഇത് പറയാൻ ഇടയാകുമോ? Lord, will you say that about me? നമ്മെ കുറിച്ച് ഇത് പറയാൻ ഇടയാകുമോ? Will he say that about our church? ഹല്ലേലൂയ. Hallelujah. Hallelujah. Praise you, Father. Thank you, Lord. കർത്താവിന് ഒരു താല്പര്യവും ഇല്ല He has no desire വിശ്വാസമില്ലാത്തവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ആയിരിക്കും. and to be among people who do not believe. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെ തിരിച്ചറിയാതെയും അതിനെ ഉപയോഗിക്കാതെയും ഇരിക്കുന്നവരുടെ മധ്യത്തിൽ ഇരിക്കാൻ കർത്താവിന് താല്പര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. I do not believe God desires to be among people who do not believe in the power of the word of God and use that power for others. കർത്താവ് ആരുടെ മധ്യത്തിലാണ് വരുന്നത്? Who does he come in them amongst? അവന്റെ ശക്തി തിരിച്ചറിയുന്നവരുടെ Those മധ്യത്തിൽ, people who recognize his power. അവന്റെ വചനത്തിന്റെ ശക്തി തിരിച്ചറിയുന്നവരുടെ Those മധ്യത്തിൽ, people who understand the power of the word of God. നമ്മുടെ വിശ്വാസത്തിന്റെ അത്യന്തമായിട്ടുള്ള ശക്തി അറിയുന്നിടത്താ. And those who understand the power of the word of God to the hilt. അല്ലാത്തവരോട് ഇന്നും കർത്താവ് ചോദിക്കുക, And even those people who do not believe like that. അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ He is saying, unbelieving and perverse ഞാൻ generation, എങ്ങനെ നിങ്ങളെ സഹിക്കും? how will I tolerate you? ഞാൻ എത്രത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും? How long will I stay with you? ഹല്ലേലൂയ. Amen. എന്റെ വാക്കുകളെ Let അവസാനിപ്പിക്കാം. me close my words here. എന്നാൽ 18-ാമത്തെ വാക്യം But verse 18, അവിടം കൊണ്ട് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ അത് വളരെ പ്രയാസകരമായ ഒരു it സാഹചര്യമാണ്. would have been a deplorable condition if he ended there. എന്നാൽ 18-ാമത്തെ വാക്യം നോക്കി. But verse 18 says, എന്നിട്ട് യേശു അവരോട് പറഞ്ഞു, അവനോട് പറഞ്ഞു, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. bring the boy to me. യേശു ഭൂതത്തെ ശാസിച്ചു, He casted out the demon അത് അവനെ വിട്ടുപോയി. and he came out of the boy. ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു. That moment on, the boy was healed. ഇന്ന് രാവിലെ നമുക്ക് സന്തോഷിക്കാനുള്ളതാണ്. And that is what we are rejoicing this ഇന്നും morning. സഹായത്തിന്റെ ഓഫർ കർത്താവ് And നൽകുന്നുണ്ട്. God is giving us the offer of help even നമ്മൾ this morning. പരാജയപ്പെടുന്നിടത്ത് നമ്മളെ വിട്ടുകളയുന്നവനല്ല നമ്മുടെ And He ദൈവം. is not one who leaves us when we fail. ഒരു വ്യത്യാസം ഉണ്ടാകുകയാലും നമ്മൾ വിചാരിച്ചെടുത്ത് നമ്മെ തള്ളിക്കളയുന്നവനല്ല He is not കർത്താവ്. one who rejects us. This person is no longer good. നിങ്ങൾക്ക് ഭാരമുള്ളത് എന്റെ അടുക്കൽ കൊണ്ടുവന്നോളാൻ ഇന്നും പറയുന്നവനാണ് നമ്മുടെ He is കർത്താവ്. even today singing, bring your burdens to me. കർത്താവ് നാളുകളായി ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്. Lord, there is things that I have been praying ഒരു for many മറുപടി days. ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയില്ല. I have not seen any results. ഞാൻ പരാജയപ്പെട്ടു പോയി. I have failed. എന്റെ പരാജയം ഞാൻ സമ്മതിക്കുന്നു. I acknowledge my failures, Lord. കർത്താവേ, ഞാൻ എനിക്ക് വിശ്വസിക്കുവാൻ വേണ്ടതുപോലെ കഴിഞ്ഞില്ല. I have been able to believe you as I should. ഇന്ന് രാവിലെ നമ്മൾ അങ്ങനെ ഏറ്റു പറയുമെങ്കിൽ If you confess that this morning, നമ്മുടെ കർത്താവ് ഇന്ന് രാവിലെ നമ്മോടും പറയാൻ പോവുകയാണ്. and our Lord Jesus is saying the same thing to you, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവാ. bring that problem, bring him to നിനക്ക് me. കഴിയാത്ത വിഷയങ്ങൾ എന്റെ അടുക്കൽ The കൊണ്ടുവാ. things that you cannot solve, bring those to നീ me. പരാജയപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ എന്റെ പക്കൽ കൊണ്ടുവാ. The problems you cannot solve, that you failed, bring Nee those pra- problems to me. നീ പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടുന്നില്ല എന്ന് നിനക്ക് തോന്നുന്ന വിഷയങ്ങൾ എന്റെ അടുക്കൽ കൊണ്ടുവാ. The subject matters you prayed and you did not receive answers, bring those to ഒരു me. വാക്കുകൊണ്ട് വ്യത്യാസം വരുത്തുവാൻ കഴിയുന്നവൻ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. He is among us who can change your life with one word. അവന്റെ കരത്തിനിന്നും ശക്തിയുണ്ടെന്ന് എത്ര പേര് How many വിശ്വസിക്കുന്നുണ്ട്? of you believe his hands are powerful even today? ആർക്കും തടുക്കുവാൻ കഴിയാത്ത ശക്തിയുള്ള കരമുള്ളവൻ, He has power that nobody can stop his hand. ആർക്കും എതിർത്ത് തോൽപ്പിക്കുവാൻ കഴിയാത്ത ശക്തിയുള്ള കരത്തോടെ He is among us with the power that nobody can destroy or take away. ഇന്ന് നമ്മുടെ പ്രശ്നങ്ങളെ തൊടുവാൻ, And to touch our problems, നമ്മുടെ അവസ്ഥകൾക്ക് ഭേദം വരുത്തുവാൻ to transform our life. വിശ്വാസത്തോടെ അടുത്തു വരുന്നെങ്കിൽ If you come with faith and little bit of faith that you have, കർത്താവ് നമ്മുടെ നേരെ ഇന്ന് കരം നീട്ടുമെന്ന് ഞാൻ I വിശ്വസിക്കുന്നു. truly believe he will stretch his hands towards you. എത്ര പേർക്ക് അവിശ്വാസമുണ്ട്? How many of you believe that this morning? നിങ്ങളുടെ വിഷയങ്ങളുമായി പ്രശ്നങ്ങളുമായി Regardless of what problems or issues that you have, ഒരുപക്ഷെ നാളുകളായി കരയുന്ന
കരയുന്ന വിഷയങ്ങളുമായി Maybe you are crying for this situation for many years. ഇന്ന് രാവിലെ നമുക്ക് കർത്താവിനോട് പറയാം. Let us come to the Lord and ask Lord this morning. കർത്താവേ, ഞാൻ അമ്പേ പരാജയപ്പെട്ടു. Lord, I have failed miserably. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ Just like the psalmist says, എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ I നടത്തുമാറാകണമേ. look into the fortress and my rock, you Lord. കർത്താവേ, എനിക്ക് സ്വയമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. Lord, I cannot do anything within myself. ഏറ്റുപറഞ്ഞ എല്ലാവരും ഒന്ന് Confess, ഏറ്റുപറഞ്ഞ്. all of you confessing yourself. Hallelujah, hallelujah. കർത്താവേ, എനിക്ക് worship സ്വയമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. Lord, I cannot do anything in my own strength. ഞാൻ പരാജയപ്പെട്ടിരിക്കുന്ന ഈ സ്ഥാനത്ത് And that I have been a failure in this situation. നിന്റെ ഓഫറിന് മുമ്പിൽ ഞാൻ വരുന്നു. I come in front of your offer, O അവനെ Lord. എന്റെ അടുക്കൽ കൊണ്ടുവരാൻ പറഞ്ഞ കർത്താവേ, And the Lord who asked, bring the boy to me. ഇന്ന് രാവിലെ നീ അത് എന്നോട് പറയുന്നല്ലോ. Lord, you are speaking to me the same way. ഞാൻ വിശ്വാസത്തോടെ എന്റെ വിഷയങ്ങളുമായി നിന്റെ അടുത്തേക്ക് And വരുന്നു. with belief and faith that I come to you, O Lord. ഒന്ന് ഉറക്കെ പറഞ്ഞ് എല്ലാവരും Let us all of you speaking loud in your own places. നാളുകളായി ചുമന്നുകൊണ്ട് നടക്കുന്ന ഭാരങ്ങൾ പലർക്കും ഉണ്ട്. There are many burdens you are carrying for many years. വേദനിപ്പിക്കുന്ന വിഷയങ്ങളുമായിട്ടിരിക്കുന്നവരുണ്ട്. There are people who are here with painful situations. ഇന്ന് ഇതുമായിട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. Lord does not want to take that burden, you to carry that burden back home. ഒരു വാക്കുകൊണ്ട് ഭേദം വരുത്തുവാൻ കഴിയുന്നവൻ, He is able to change that burden and your situation with one word. അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്നവൻ, He is able to change your situation with ഇന്ന് one word. പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. He is among us, and let us believe that this morning. എത്ര പേർ അത് വിശ്വസിക്കുന്നു? How ഇന്ന് many രാവിലെ? of you will believe that this ആ morning? വിശ്വാസമുള്ളവർ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് If നിന്നാട്ടെ. you have believed that faith, I want you to stand on your feet. ഹല്ലേലൂയ, ഹല്ലേലൂയ, Hallelujah, hallelujah. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. എല്ലാവരും Praise ദൈവത്തെ സ്തുതിക്കുകയും